സമയം 1:10. ഈ 1:10 എൻ്റെ വീടിൻ്റെ അവസ്ഥ നോക്ക്, ഫുള്ള് നിരന്ന് കിടക്കുവാണ്. എല്ലാം ഇനി അടുക്കി പറക്കാനുണ്ട്. എനിക്കാണെങ്കിൽ 2 മണീൻ്റെ ഡ്യൂട്ടിക്ക് കയറണം. ഹസ്ബൻഡിൻ്റെയും കൊച്ചിനെയും വിട്ടിട്ട് അവസ്ഥയാണ്. ഉണ്ട് ഫുള്ള് നിരന്ന്, എല്ലാം അടുക്കി പറക്കാനും അടിച്ചു വരാനും തുടയ്ക്കാനും ഉണ്ട് കേട്ടോ. ഫുള്ള് കുളമായി കിടക്കുവാണ് പെരയ്ക്കാൻ മൊത്തം. ഒരു 10, 15, 20 മിനിറ്റും കൊണ്ട് എല്ലാം ക്ലീനാക്കി വൃത്തിയാക്കി അടുക്കി പറക്കി വെച്ചിട്ട് എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വർക്കിലേക്ക് പോയാലോ, കണ്ടിട്ട് വരാം കേട്ടോ. അങ്ങനെ ആദ്യം തന്നെ ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവാം കേട്ടോ. കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ 1 അല്ലെങ്കിൽ ആഴ്ച 2 ആയിട്ട് ഞാൻ ബെഡ്ഷീറ്റ് മാറ്റാറുണ്ട്. അങ്ങനെ ഇന്ന് ബെഡ്ഷീറ്റ് മാറ്റി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ ബെഡ്ഷീറ്റ് ഞാൻ ലുലുന്ന് കഴിഞ്ഞ ദിവസം വാങ്ങിയതാണ് കേട്ടോ. നല്ലൊരു ബെഡ്ഷീറ്റായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ അങ്ങനെ ബെഡ്ഷീറ്റെല്ലാം ചേഞ്ച് ചെയ്തതിന് ശേഷം കേട്ടോ ഞാൻ അടിച്ചു വരാനൊക്കെ പോകുന്നത്. ഹെസമോളെ ഇച്ചായൻ കൊണ്ടുപോയി കേട്ടോ. ആക്ച്വലി നമുക്ക് രണ്ടിനും ഇന്ന് ഈവനിങ് ആണ്. അന്നേരം ഇച്ചായൻ നേരത്തെ കൊണ്ടുപോയി. ആ സമയം കൊണ്ട് ഞാൻ എല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെക്കാൻ വേണ്ടി പോവുക. കാരണം ഇച്ചായൻ്റെ ഓഫീസിൻ്റെ അടുത്താണ് ഹെസമോളുടെ ഡേ കെയറിൽ വിടുന്നത്. അപ്പം ആൾ തന്നെ കൊണ്ടുപോയിക്കോളും. അത് കാരണം പ്രശ്നങ്ങളൊന്നുമില്ല. അവൾക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു വിടും. പിന്നെ ഡേ കെയറിലെ ചേച്ചി നല്ല അടിപൊളി ഒരു ചേച്ചി, പാവം ചേച്ചിയായിട്ട് എല്ലാം നോക്കും. അവൾക്ക് ഹാപ്പി ആയിട്ടോ ഡേ കെയറിൽ പോകാൻ നേരത്ത്. പിന്നെ അങ്ങനെ എല്ലാം അടുക്കി പറക്കി വെക്കുവാണ്. പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറ, എന്നുണ്ട് നിങ്ങൾ കമൻറ്റൊക്കെ ഒന്ന് സെൻഡ് ചെയ്യുന്നത്, എന്നാലും എനിക്കൊരു പ്രോത്സാഹനമാവില്ലേ. അങ്ങനെ വാഷ് ചെയ്യാനുള്ള തുണിയെല്ലാം എടുത്ത് വെച്ച് അടിച്ചു വരും കേട്ടോ. എത്ര ക്ലീൻ ചെയ്തിട്ടാലും എപ്പോഴും പൊടിയും കാര്യങ്ങളൊക്കെ കയറും. അതുകൊണ്ട് ഡെയിലി എപ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം. കുഞ്ഞുങ്ങളുള്ള വീടാകുമ്പം എസ്പെഷ്യലി എന്തെങ്കിലും ഒരു ചെറിയ സാധനം നിലത്ത് കിടക്കാൻ വേണ്ടി നോക്കിയിരിക്കും എൻ്റെ കൊച്ചു വായലെടുത്തിടാൻ. അങ്ങനെ അടുക്കളയും കയറി ഇന്ന് ക്ലീൻ ചെയ്യുവാണ്. പിന്നെ കുറേ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫുഡെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇന്ന് സാമ്പാറും മീൻ വറുത്തതും പിന്നെ ക്യാബേജ് തോരനും വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഹസമോൾക്കും കൊടുത്തു വിടണം കേട്ടോ. നമ്മളെല്ലാ ഫുഡും കൊടുത്തു വിടാം. ഫുഡൊന്നും അവർ പ്രിപ്പയർ ചെയ്ത് കൊടുക്കില്ല, നമ്മൾ തന്നെ ഫുഡ് കൊടുത്തു വിടുവായിട്ട് ചെയ്യുന്നത് ഡെയിലി. പിന്നെ സ്നാക്സും ഫുഡും മിൽക്കും എല്ലാം നമ്മൾ കൊടുത്തു വിടും കേട്ടോ. അങ്ങനെ അടുക്കളയെല്ലാം ക്ലീനാക്കി നീറ്റാക്കി വെച്ചു കേട്ടോ. സമാധാനം കണ്ടോ. എൻ്റെ അങ്ങനെ ക്ലീനിങ് പരിപാടിയെല്ലാം കഴിഞ്ഞ് ഏകദേശം ഒന്ന് അടുക്കി പറക്കി തൂത്ത് തുടച്ചിട്ടിട്ടുണ്ട്. സമാധാനം. എന്തൊരവസ്ഥയായിരുന്നു ഈ റൂമിൻ്റെ മുമ്പത്തെ അവസ്ഥ അല്ലേ. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രഷ് ആകാൻ വേണ്ടി കയറി കേട്ടോ. ആദ്യം തന്നെ ഞാൻ എൻ്റെ കൺമഷി തൂത്തുകളായി. ഇന്നലെ കുളിച്ചപ്പം കളഞ്ഞെങ്കിലും കൺമഷി ഈ നമ്മൾ കാജലിടുമ്പോൾ ഉണ്ടല്ലോ അതിങ്ങനെ പിടിച്ചിരിക്കുക. അതുതന്നെ ഞാൻ എണ്ണ തൂത്തിട്ട് ടിഷ്യൂ പേപ്പറിനകത്ത് എണ്ണ ഊത്തിട്ട് ക്ലീൻ ചെയ്ത് കളയും കേട്ടോ. അപ്പോൾ നമ്മുടെ കണ്ണിലെ അറൗണ്ട് ഏരിയയിൽ എല്ലാം നല്ല ഡാർക്കൊക്കെ പോകും. അങ്ങനെ നന്നായിട്ട് ക്ലീനൊക്കെ ചെയ്ത് മുഖമൊക്കെ ഒന്ന് തൂത്ത് തുടച്ചെടുത്ത് വേഗം ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി തുടങ്ങും കേട്ടോ. സമയം ഏകദേശം പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം സ്പീഡ് വേണം ചെയ്യാൻ. ഇത് എപ്പോഴും ഇങ്ങനെ കെട്ടും. ഈ ഹമ്പ് കെട്ടുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, പണ്ട് ഞാൻ നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്നപ്പം ആദ്യമായിട്ട് വീട്ടിലേക്ക് കെട്ടിക്കൊണ്ട് വന്നപ്പോൾ പപ്പ പറഞ്ഞേ ഹെൽമെറ്റ് ഊരി വെച്ചിട്ട് വന്നാൽ മതി എന്നൊക്കെ. അതൊക്കെ ഒരു കാലം. അങ്ങനെ പിന്നെ സൺസ്ക്രീമൊക്കെ ഇട്ടൊന്ന് റെഡി ആവുക കേട്ടോ. എപ്പോഴാണെങ്കിലും ഈ ലോട്ടസ് തന്നെ കേട്ടോ എനിക്ക് കംഫർട്ടബിള്. അങ്ങനെ ഞാൻ വിചാരിക്കുകയാണ് എന്തൊക്കെ കാര്യങ്ങൾ നോക്കിയാലേ ഒരു ദിവസം ഓടണേ. കണ്ടോ ഗൈസ്, എൻ്റെ പിരുകം ആകെപ്പാടെ കുളമാക്കി വെച്ച് ഞാൻ ഈ അടുത്ത് പുതിയൊരു സലൂൺ നോക്കിപ്പോയതാട്ടോ. എൻ്റെ ഉള്ള രോമം കൂടെ പറിച്ചെടുത്തു അവസ്ഥയായിപ്പോൾ. ഇനിയിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് എഴുതിയെടുക്കണം. 2 തരത്തിലുള്ള ഐബ്രോ പെൻസിലാണ് ഉപയോഗിക്കുന്നത്, ബ്രൗണും ബ്ലാക്കും. ഞാനിപ്പം ബ്രൗണാണ് എടുത്തേക്കുന്നത്. അങ്ങനെ ഞാൻ എഴുതി സെറ്റാക്കി വെക്കുക. എനിക്ക് മൈക്രോ ബ്ലേഡിങ് ചെയ്യണമെന്നുണ്ട്. അറിയത്തില്ല, നോക്കട്ടെ എങ്ങനെയാവും അറിയത്തില്ല, നോക്കട്ടെ. പിന്നെ നമ്മൾ ഈ കാജലൊക്കെ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ കണ്ണിൻ്റെ അടിയിൽ സാധാരണ ടാൽക്കം പൗഡർ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് സെറ്റാക്കി കൊടുക്കുകയാണെങ്കിൽ അത് സ്പ്രെഡ് ആകാതിരിക്കും കേട്ടോ. ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യുവേ. അത് കാരണം അങ്ങനെ സ്പ്രെഡ് ആകുന്നില്ല കേട്ടോ. അങ്ങനെ വേഗം കണ്ണൊക്കെ എഴുതി കുറച്ച് ലിപ്സ്റ്റിക്കും കൂടി ഇട്ടിട്ട് വേഗം പോകാൻ വേണ്ടി ഏകദേശം റെഡി ആയിട്ടോ. എപ്പോഴാണല്ലോ ഒരു അണ്ടർആം റോളർ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ബാഡ് സ്മെല്ല് ഒന്നാമത് പുറത്തൊക്കെ പോകുമ്പോൾ ഭയങ്കര ചൂടായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഞാൻ പുതിയൊരു റോളർ വാങ്ങിയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലാട്ടോ. എന്നിട്ട് സ്പ്രേ അടിക്കണം. ലാസ്റ്റ് സ്പ്രേയും കൂടി അടിച്ചിട്ട് പോകാം. ഇംഗ്ലീഷ് വിലഗിസറിൻ്റെ ഒരു സ്പ്രേ ആയിട്ട് അടിക്കുന്നത്. ഇപ്പോൾ സ്പ്രേ അടിക്കുമ്പോൾ നമ്മുടെ ഇങ്ങനെ ഏരിയയിൽ അടിക്കണം എന്നാണ് പറയുന്നത്. കൈൻ്റെ ഇവിടെ പിന്നെ എനിക്ക് തോന്നുന്നതൊക്കെ അടിക്കും. എൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഇറങ്ങാൻ പോകട്ടെ. 2 മണിൻ്റെ ഡ്യൂട്ടിക്ക്. മക്കൾസ് അങ്ങനെ ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി പോവുകയാണെങ്കിൽ എൻ്റെ ചെറിയ ചെറിയ പണികളും പരിപാടികളെല്ലാം ഞാൻ കാണിച്ചു തന്നോ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ, സീ യു.